കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധം അതിസങ്കീർണവും അതുപോലെ നാടകീയമായ ഒരു നിയമ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സംസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും അതുപോലെ നിലവിലെ പ്രതിപക്ഷ നേതാവും CPM-ന്റെ മുതിർന്ന നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED നടത്തിയ നിർണായകമായ റെയ്ഡിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളും അതിൽ പ്രതികളായ CPM DYFI പ്രവർത്തകരെ സംസ്ഥാന പോലീസ് അവരോട് സ്വീകരിച്ച വിചിത്രമായ നടപടികളും കേരളത്തിലുടനീളം ഇപ്പോഴത്തെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ അണികൾ നടത്തിയ ആക്രമണങ്ങളും അവരെ ചട്ടവിരുദ്ധമായി സഹായിക്കാനും നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ വഴി അതുപയോഗിച്ച് രക്ഷപ്പെടുത്താനും സംസ്ഥാന പോലീസ് സംവിധാനത്തിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നുള്ള ഗൗരവമേറിയ ആരോപണങ്ങളും ഒരേ സമയം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെയും അതുപോലെ ജനാധിപത്യപരമായ നിയമവാഴ്ചകളെയും വെല്ലുവിളിക്കുന്നതാണെന്നുള്ള ആക്ഷേപം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അവിശ്വസനീയമായ സാങ്കേതിക വീഴ്ചകളും ഒരേ സമയം രണ്ട് തരം രേഖകൾ ചമച്ചെന്നുള്ള ഇരട്ട ഫോർമാറ്റ് വിവാദവും കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും നിഷ്പക്ഷതയെ പൂർണ്ണമായും സംശയത്തിൻ്റെ നിഴലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവാദങ്ങളെല്ലാം പശ്ചാത്തലമെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഈ വിവാദങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡ് അഥവാ CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയുടെ അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED തങ്ങളുടെ അന്വേഷണം ശക്തമാക്കിയതാണ് സംഭവങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻ എന്ന IT കമ്പനിക്ക് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ CMRL കമ്പനി കോടികളുടെ മാസപ്പടിയും കൈമടക്കും നൽകിയെന്നാണ് ഈ കേസിലെ പ്രധാന അന്വേഷണ വിഷയമെന്ന് പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നീക്കത്തിലൂടെ ED ഉദ്യോഗസ്ഥർ മുൻ മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ കുടുംബ വീട്ടിലും അടക്കം ഏതാണ്ട് 12ഓളം സ്ഥലങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട അതീവ രഹസ്യ സ്വഭാവമുള്ള റെയ്ഡിനൊടുവിൽ ED സംഘം തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ഡിജിറ്റൽ തെളിവുകളും ഫയലുകളുമായി മടങ്ങാനൊരുങ്ങവെയാണ് നാടകീയവും സംഘർഷഭരിതവുമായ രംഗങ്ങളെല്ലാം അരങ്ങേറിയത്. വീടിന് പുറത്ത് മുൻകൂട്ടി തടിച്ചുകൂടിയിരുന്ന പ്രതിപക്ഷ കക്ഷികളിലെ CPM-ന്റെയും അതുപോലെ യുവജന സംഘടന DYFI-യുടെയും പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ വളയുകയും അവരുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണവും അഴിച്ചുവിടുകയാണ് ഉണ്ടായെന്നാണ് പോലീസ് ഭാഷ്യവും അതുപോലെ ED ഭാഷ്യവും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി മടങ്ങുകയായിരുന്ന കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ പരസ്യമായി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും മുട്ടയെറിയുകയും ചെയ്യുന്ന സാഹചര്യം വരെ അക്രമകാരികളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു. ED വാഹനങ്ങളുടെ ചില്ലുകൾ തല്ലിത്തകർക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ തത്സമയം പുറത്തു വന്നത് പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. തലസ്ഥാന നഗരിയിൽ ക്രമസമാധാന സംവിധാനങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ട് നടന്ന ഈ പരസ്യമായ ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നതോടെ പോലീസിന് പ്രാരംഭ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. സംഭവ സ്ഥലത്ത് തന്നെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നീ 5 പ്രധാന CPM പ്രവർത്തകരെ പോലീസ് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തുന്നു. തുടർന്ന് നടത്തിയ പ്രാദേശികമായ അന്വേഷണത്തിലും അതുപോലെ റെയ്ഡുകളിലുമായി ഏതാണ്ട് 25ലധികം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതിപക്ഷ പാർട്ടി അണികളുടെ ഈ കൂട്ട അറസ്റ്റുകൾ കേവലം പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണ് വെട്ടിക്കാനുള്ള ഒരു നാടകം മാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പിന്നീട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും അതിനോടൊപ്പമുള്ള രേഖകളും കണ്ടാൽ മനസ്സിലാകുന്നത്. നിയമത്തിൻ്റെ അന്തസ്സത്തെയും പോലീസ് മാനുവലിൻ്റെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതികളെ സഹായിക്കാനുള്ള വ്യക്തമായ നീക്കങ്ങളാണ് സ്റ്റേഷനകത്ത് വെച്ച് നടന്നതെന്ന് തുടർന്നുള്ള മണിക്കൂറുകളിൽ വ്യക്തമാവുകയും ചെയ്തു. ഈ കേസിനെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിയതും നിയമവൃത്തങ്ങളിൽ വലിയ കോളക്കം സൃഷ്ടിച്ചതും പോലീസിൻ്റെ അറസ്റ്റ് നടപടികളിലെ ബോധപൂർവമായ സാങ്കേതിക കൃത്രിമത്വമാണ്. ഇന്ത്യയിലെ ക്രിമിനൽ നിയമ പരിഷ്കരണത്തിന്റെ ഭാഗമായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത അഥവാ BNS 48 വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു പ്രതിയുടെയും നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അറസ്റ്റ് വിവരം ഉടനടി അവരുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൃത്യമായി അറിയിക്കുന്നതിനും പുതിയൊരു പ്രത്യേക ഫോർമാറ്റിലുള്ള നോട്ടീസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറസ്റ്റിലായ ഈ 5 CPM പ്രതികളെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ നോട്ടീസ് പഴയ നിയമപ്രകാരമുള്ള ഫോർമാറ്റിലുള്ളതായിരുന്നു. പുതിയ പരിഷ്കരിച്ച BNS നിയമപ്രകാരമുള്ള കൃത്യമായ ഫോർമാറ്റ് ഉപയോഗിക്കാതെ പോലീസ് മനഃപൂർവ്വം പഴയ ഫോർമാറ്റ് കോടതിയിൽ സമർപ്പിച്ചത് പ്രതികൾക്ക് നിയമപരമായ സാങ്കേതിക ലൂപ്പ് ഹോളുകൾ വഴി എളുപ്പത്തിൽ കോടതിയിൽ നിന്നും ജാമ്യം നേടിയെടുക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം ഇതോടെ ശക്തമാവുകയും ചെയ്തു. കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതി പോലീസിന്റെ ഗുരുതരമായ സാങ്കേതിക പിഴവ് അപ്പോൾ തന്നെ കണ്ടെത്തുകയും കോടതി മുറിയിൽ വെച്ച് പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവാദത്തിൽ ഏറ്റവും വലിയ അത്ഭുതവും ദുരൂഹതയും നിറഞ്ഞ നാടകം അരങ്ങേറിയത് കോടതിയുടെ ഈ നിരീക്ഷണത്തിന് തൊട്ടു പിന്നാലെയാണ്. കോടതി പഴയ ഫോർമാറ്റ് നിരസിച്ചതിന് തൊട്ടു പിന്നാലെ വെറും 3 മണിക്കൂറിനുള്ളിൽ പോലീസ് പുതിയ ഭാരതീയ ന്യായ സംഹിത 48 വകുപ്പ് പ്രകാരമുള്ള കൃത്യമായ ഫോർമാറ്റിലുള്ള നോട്ടീസ് തയ്യാറാക്കി
കോടതിയിൽ ഹാജരാക്കിയുമുണ്ടായി. സാധാരണഗതിയിൽ ഇത്തരമൊരു സാങ്കേതിക തിരുത്തൽ വരുത്തിയ പുതിയ നോട്ടീസ് തയ്യാറാക്കാൻ ദിവസങ്ങളോ കേവലം അതുപോലെ ആഴ്ചകളോ ഒക്കെ എടുക്കുന്ന സ്ഥലത്താണ് കേവലം ഒരു 3 മണിക്കൂർ കൊണ്ട് പോലീസ് പുതിയ രേഖ കോടതിയിൽ എത്തിച്ചത്. പ്രതികളെ നിയമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരേ സമയം പഴയ ഫോർമാറ്റിലുള്ള നോട്ടീസും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഉടനടി സമർപ്പിക്കാനായി പുതിയ ബേനസ് ഫോർമാറ്റിലുള്ള നോട്ടീസും പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി തന്നെ ഒരേ സമയം തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപത്തിനാണ് ഇത് വഴി തുറന്നത്. ഒരു കേന്ദ്ര ഏജൻസിയെയും അതുപോലെ കോടതിയും ഒരേപോലെ പറ്റിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന വലിയൊരു തിരക്കഥയും ഗൂഢാലോചനയുമാണ് ഇതിന് പിന്നിലെന്നാണ് ഇഡിയും അതുപോലെ നിയമവിദഗ്ധരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതികളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയപ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ പ്രമുഖ അഭിഭാഷകർ പോലീസിന്റെ ഈ സാങ്കേതിക പിഴവിനെ തന്നെയാണ് തങ്ങളുടെ ജാമ്യാപേക്ഷയ്ക്കായി പ്രധാനമായി ആയുധമാക്കിയത്. സുപ്രീം കോടതിയുടെ മുൻകാല ഭരണഘടനാ ബെഞ്ചിന്റെ വിധികൾ വിപുലമായി ഉദ്ധരിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ അറസ്റ്റ് നടപടികൾ നിയമപരമായി തെറ്റാണെന്നും മജിസ്ട്രേറ്റിന് പോലീസിന്റെ ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ സ്വമേധയാ തിരുത്താൻ നിയമപരമായി യാതൊരു അധികാരവുമില്ല എന്നും പ്രതിഭാഗം ശക്തമായി വാദിച്ചു. അറസ്റ്റ് പ്രക്രിയ തന്നെ അസാധുവായതിനാൽ പ്രതികളെ ഉടനടി കോടതി ജാമ്യത്തിൽ വിട്ടയക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒത്തുകളിയെയും വീഴ്ചകളെയും അതീവ ഗൗരവമായി കണ്ടപ്പോഴും പ്രതിഭാഗത്തിന്റെ ജാമ്യാപേക്ഷ അപ്പാടെ തള്ളിക്കളയുന്ന കർശനമായ നിലപാടാണ് മജിസ്ട്രേറ്റ് സ്വീകരിച്ചത്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ സംസ്ഥാന തലത്തിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് തന്നെ അതും ഹൃദയഭാഗത്ത് വെച്ചുണ്ടായ ഈ ആക്രമണത്തെ കോടതി കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി മാത്രമല്ല കാണാൻ തയ്യാറായത്. ഈ ആക്രമണത്തെ സംസ്ഥാനത്തിന്റെ പൊതുവായി എതിരെയുള്ള കുറ്റം, അതായത് ക്രൈം അഗേൻസ്റ്റ് സ്റ്റേറ്റ് എന്ന ഒരു ജനാധിപത്യപരമായ ഭരണഘടനാ സംവിധാനത്തിന്മേലുള്ള നേരിട്ടുള്ള ആക്രമണമെന്നുമാണ് മജിസ്ട്രേറ്റ് തന്റെ ഉത്തരവിൽ കൃത്യമായി വിശേഷിപ്പിച്ചത്. നിയമപാലകരെയും കേന്ദ്ര ഏജൻസികളെയും തെരുവിൽ ആക്രമിച്ചതും ഭയപ്പെടുത്തിയതും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രവണതകൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാന പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങളിൽ തുടക്കം മുതലേ കടുത്ത സംശയവും അവിശ്വാസവുമാണ് ഇഡി പ്രകടിപ്പിക്കുന്നത്. അതായത് ആദ്യമേ തന്നെ നിലവിലിപ്പോൾ UDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ആഭ്യന്തരത്തിലെ ചില കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പോഴും കൃത്യമായ പാറ്റേൺ എത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും പഴയ പിണറായി സർക്കാരിൻ്റെ പാറ്റേൺ തന്നെയാണ് നിലനിൽക്കുന്നത്. ലോക്കൽ പോലീസ് കേസ് അട്ടിമറിക്കാനും പ്രതിപക്ഷത്തെ ഉന്നത നേതാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സജീവമായി ശ്രമിക്കുന്നുവെന്നാണ് ഇഡിയുടെ ഔദ്യോഗികമായ നിലപാട്. ഈ കേസ് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്, അതായത് SIT തലപ്പത്ത് മൺമറഞ്ഞ പഴയ രീതികൾ പിന്തുടരുന്ന മ്യൂസിയം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഥവാ HSO തുടരുന്ന, അതായത് അവിടുത്തെ SHO തുടർന്ന് വരുന്ന ഇഡി നിയമപരമായി അതിന് ശക്തമായി എതിർക്കും. അതായത് അവിടുത്തെ SHO ഇപ്പോഴും പഴയ രീതിയിലും പ്രാചീന തരത്തിലുള്ള കാര്യങ്ങളുമാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. പാർട്ടി അണികളോട് മൃദുസമീപനം പുലർത്തുന്ന ലോക്കൽ പോലീസിന് പകരം സംസ്ഥാനത്തെ DYSP റാങ്കിലുള്ള മുതിർന്നതും അതുപോലെ നിഷ്പക്ഷനുമായ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച ചുമതല ഏൽപ്പിക്കണമെന്ന് ഇഡി ആഭ്യന്തര മന്ത്രാലയത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പ്രതികൾ വരും ദിവസങ്ങളിൽ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിച്ചാൽ ഇഡി നേരിട്ട് കക്ഷി ചേരാൻ ഇതിനകം തന്നെ തീരുമാനമെടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ ആദ്യപടിയായി ഇഡി ഉദ്യോഗസ്ഥർ മഞ്ചൂർ കോടതിയിലെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട FIR, റിമാൻഡ് റിപ്പോർട്ട്, കോടതി ഉത്തരവുകൾ എന്നിവയുമായി സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസ് കേന്ദ്ര ഏജൻസിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലേക്കോ അല്ലെങ്കിൽ CBI അന്വേഷണത്തിലേക്കോ മാറ്റാനുള്ള നിയമപരമായ നീക്കങ്ങളും ഇഡി ആലോചിക്കുന്നുണ്ട്. ഈ സംഭവം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പൂർണ്ണമായും ധ്രുവീകരിച്ചിരിക്കുക കൂടിയാണ്. പ്രതിപക്ഷമായ CPM ഈ റെയ്ഡുകളെയും തുടർന്നുള്ള അറസ്റ്റുകളെയും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പകപോക്കലായും തങ്ങളുടെ നേതാക്കളെ വേട്ടയാടാനുള്ള ശ്രമവുമായാണ് ചിത്രീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം കേസ് അന്വേഷണങ്ങളെ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നാണ് CPM അവരുടെ പ്രഖ്യാപനത്തിൽ പറയുന്നത്. എന്നാൽ ഭരണപക്ഷവും മറ്റ് രാഷ്ട്രീയ ശത്രുക്കളും പ്രതിപക്ഷത്തിൻ്റെ ക്രിമിനൽ മുഖം മറയ്ക്കാനുള്ള ശ്രമമായാണ് ഇതിനെ കാണുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ വെച്ച് അവിടെ കേന്ദ്ര ഏജൻസിക്ക് നേരെ ആക്രമണം നടന്നതും പിന്നീട് പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ ഇരട്ട ഫോർമാറ്റ് പോലുള്ള കുതന്ത്രങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതും ഒട്ടും ജനാധിപത്യപരമല്ലെന്നാണ് അവർ ആരോപിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഗുരുതരമായ വീഴ്ചകളെ തെളിവുകളോ അല്ലെങ്കിൽ ആ തെളിവുകൾ പുറത്തു വന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുമുണ്ട്. കേരളത്തിൽ നിയമവാഴ്ചയുടെയും ഫെഡറൽ മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ് ഈ സംഭവത്തിലൂടെ ദൃശ്യമാകുന്നത്. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഇനിയും 10ലധികം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുന്നത് ഒത്തുകളിയുടെ വ്യക്തമായ തെളിവാണെന്നാണ് ആക്ഷേപമുണ്ടാകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ജനാധിപത്യ തത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കേസിൽ സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം അത്യന്താപേക്ഷിതമാണെന്നാണ്
ഏവരും പറഞ്ഞു വെക്കുന്നത്. പോലീസിന്റെ ഇരട്ട ഫോർമാറ്റ് തട്ടിപ്പിനെ കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുകയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും വേണമെന്നുള്ള ആവശ്യം ഉണ്ടാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയുടെ ഇടപെടലുകളും ഇഡിയുടെ ശക്തമായ നിയമ പോരാട്ടവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ കേസിന്റെ അന്തിമ വിധി എന്തായാലും അത് കേരളത്തിലെ രാഷ്ട്രീയ നിയമനിർമ്മാണ ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം നിരവധി പ്രതികളാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഒന്നുകൂടാതെ മകളുടെ പേരിലുള്ള ഒരു കേസിന് പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് ഇവർ സമരം ചെയ്തത്. അതായത് പിണറായി വിജയനെ വേട്ടയാടുന്ന തരത്തിലായിരുന്നു ഈ സമരങ്ങളെല്ലാം ഉണ്ടായത്. അതിനെ തുടർന്നാണ് വലിയ തരത്തിൽ ആക്രമണം ഉണ്ടായത്. അങ്ങനെ നിരവധി പേർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഇവരുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അതിദുസ്സഹമാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.